അപ്പോളേ ഇന്ന് എനിക്കൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ അഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാഷ് ബേസിൻ ഉണ്ടല്ലോ, ഇതൊരു പഴയ മോഡലാണെന്നാണ് പറയണത്. ഇത് ഒരു ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഹോസ്പിറ്റലിലത്തെ ഒരു മെയിൻ്റനൻസ് പരിപാടിയാണ്. അപ്പോൾ അവർക്ക് മെഡിക്കൽ വാഷ് ബേസിൻ വയ്ക്കണം. മനസ്സിലായോ? മെഡിക്കൽ വാഷ് ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാനായിട്ട് ചില കൈകൊണ്ട് ഇതിൻ്റെ ഈ മിക്സറിൻ്റെ ടാപ്പ് നമ്മൾ കൈ കൊണ്ടുണ്ടല്ലോ തിരിക്കണത്, എന്നാലേ അത് വെള്ളം വരുള്ളൂ. മറ്റേ ആ നോബ് കൊണ്ടോ അത് കൈ കൊണ്ട് നമ്മൾ തിരിക്കണം, എന്നാലേ അതിൽ വെള്ളം വരുള്ളൂ. അപ്പോൾ അത് അവർക്ക് പറ്റില്ല. ഇൻഫെക്ഷനൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്ന അവർ പറഞ്ഞു അത് പറ്റില്ല. അത് ഹോസ്പിറ്റലിൽ സാധാരണ ഉണ്ടാവുന്ന മെഡിക്കൽ വാഷ് ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ മിക്സർ. അപ്പോൾ അത് നമ്മൾ കയ്യിൻ്റെ മുട്ട് കൊണ്ടാണ് അത് നമ്മൾ വെള്ളം തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, മെഡിക്കലിൽ ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒരിക്കലും അത് കൈകൊണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ കൈകൊണ്ട് നമ്മളാണ് ചെയ്യുക. നമ്മളല്ല, മീൻസ് ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ചെയ്യണ സമയത്ത് അവർക്ക് എപ്പോഴും ഇതുമ്മ വന്ന് അവർ തുറക്കുമ്പോൾ നോബ് തുറക്കണ സമയത്ത് അതിൽ വേറെ പല ആൾക്കാരും ഒന്ന് തുറക്കുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇതിൽ ഇൻഫെക്ഷൻ വരും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇത് വേണ്ട, ഇത് മാറ്റിയിട്ട് ഈ രീതിയിലുള്ള ഹാൻഡിൽ ടൈപ്പ് മെഡിക്കലായിട്ടുള്ള മെഡിക്കൽ ഇവർ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള വാഷ് ബേസിൻ വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ വയ്ക്കാൻ പോകുന്നു. അപ്പോൾ വേറൊരു സ്ഥലത്തു നിന്ന് ഊരിയിട്ടുള്ളതായിട്ടുള്ള ഒരു വാഷ് ബേസിൻ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഊരിയിട്ട് അത് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഏങ്കിൾ വാൽവും അതിൻ്റെ കണക്ഷനൊക്കെ ഞാൻ വിടിയിച്ചു. അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ ഇതൊരു പഴയ മോഡലാണ്. അതിൻ്റെ ഒരു പ്ലേറ്റൊക്കെ ഉണ്ട് അടിയിൽ, അത് വെച്ചിട്ടാണ് ഇത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ടൈപ്പ് വാഷ് ബേസിനാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ മുകളിലായിട്ട് കുറേ ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ആ ടൈലൊക്കെ വെറുതെ ഇങ്ങനെ വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മളൊന്നുമല്ല ചെയ്തത്, ഏതോ ഒരു പണിക്കാർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വാഷ് ബേസിൻ ഇളക്കുന്ന സമയത്ത് അതൊക്കെ അങ്ങനെ അടർന്നു പോകുന്നു. കാരണം നമ്മൾ അതിനെ സിലിക്കോൺ കട്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ ഒന്ന് കുലുക്കിയ വശം മൊത്തം അടർന്ന് നമ്മുടെ കയ്യിൽ പോകുന്നു. ഒക്കെ പൊട്ടിയിട്ടില്ല, പൊട്ടാതെ തന്നെ നമ്മളത് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഊരിയെടുത്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മളിപ്പോൾ അടുത്ത് ഞാൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് പൈപ്പ് ഉണ്ടായിരിക്കും. ഈ ഏങ്കിൾ വാൽവിൽ നിന്ന് ഹോട്ടും ആൻഡ് കോൾഡ് വാട്ടർ വരുന്ന ലൈനുണ്ട്. ഈ ഭിത്തിയുടെ ഉള്ളിലാണ് ആ ലൈനുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുതിയ വാഷ് ബേസിൻ അതിന് നമ്മൾ അതിൻ്റെ സപ്പോർട്ട് ബോൾട്ട് ഇടാനായിട്ട് നമ്മൾ ഹാങ്ങിങ് ബോൾട്ട് ഉണ്ടല്ലോ, അപ്പോൾ അത് ഇടാനായിട്ട് നമ്മൾ തുളയ്ക്കണ സമയത്ത് ആ പൈപ്പ് കൊള്ളാതിരിക്കാനാണ് ഞാനിപ്പോൾ ബോട്ടിൽ ട്രാപ്പിൻ്റെ ഡ്രെയിൻ ലൈനിൻ്റെയും അതുപോലെ തന്നെ ഹോട്ടിൻ്റെയും കോൾഡിൻ്റെയും ലൈനിൻ്റെ കറക്റ്റ് നേരെ ഞാൻ ചുമരുമ്പോൾ വരച്ചു. കാരണം നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ കൊള്ളാൻ പാടില്ല. അപ്പോൾ ഈ ഒറ്റയ്ക്ക് നമ്മൾ വാഷ് ബേസിനൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വാഷ് ബേസിൻ്റെ അതിൻ്റെ ഒരു പകർപ്പ് കട്ട് ചെയ്തെടുക്കാം. വെച്ചാൽ വാഷ് ബേസിൻ്റെ ബാക്ക് സൈഡ് അതിൻ്റെ ബേസ് ഉണ്ടല്ലോ നമ്മൾ ഭിത്തിയിൽ പിടിപ്പിക്കുന്നത്, അതൊരു ചട്ടക്കൂടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കടലാസിലോ എങ്കിലും നമ്മൾ കറക്റ്റ് കുറച്ച് കനുള്ള ഒരു ഇതിൽ കട്ട് ചെയ്തിട്ട് കറക്റ്റ് നമ്മൾക്ക് ഇതിവിടെ ഭിത്തിയിൽ വെച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. നമുക്ക് വാഷ് ബേസിനൊന്ന് എടുത്ത് പൊന്തിച്ച് വെച്ചിട്ട് ഒരാളൊക്കെ പണി ചെയ്യുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ രണ്ടാൾ വേണം, ഒരാൾ പിടിക്കാനും പിന്നെ അത് മാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്. ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ അത് കറക്റ്റ് അതിൻ്റെ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അത് ചുമരുമ്പോൾ വെച്ചിട്ട് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യും. എന്നിട്ട് വാട്ടർ ലെവലൊക്കെ പിടിച്ച് കറക്റ്റ് ചെയ്യും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്കുള്ള അതിൻ്റെ ഇതിലാണ് ഞാനത് ചെയ്യണത് കേട്ടോ. അല്ലെങ്കിൽ രണ്ടാൾ വേണം, മനസ്സിലായോ? രണ്ടാളുണ്ടെങ്കിൽ ഒരാൾ പിടിച്ച് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. കുറച്ച് വെയിറ്റ് ഉണ്ടല്ലോ വാഷ് ബേസിന്. അല്ലെങ്കിൽ ഫുൾ പെഡസ്റ്റ് വാഷ് ബേസിനൊക്കെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അതിന് മുകളിൽ വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ ഇത് ഹാഫാണ്, പകുതിയുള്ളൂ, പെഡസ്റ്റ് ഇല്ല അതിന്. അപ്പോൾ അതിനെ കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രില്ല് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ഡ്രില്ല് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കരുതലോടെ ചെയ്യണം. പതുക്കെ നമ്മൾ ഡ്രില്ല് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ബാക്കിൽ എവിടെയാണ് ഇവർ പഴയൊരു ഹോസ്പിറ്റലാണല്ലോ. അപ്പോൾ നമ്മളൊരു പഴയൊരു സാധനം മെയിൻ്റെനൻസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ കറക്റ്റ് പൈപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് നേരെ പൈപ്പ് കുത്തി കയറി പൊട്ടി തുളയ്ക്ക് ആവാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ആ ലെവൽ പിടിച്ച് നോക്കിയത്. അപ്പോൾ നമ്മൾ ലെവൽ പിടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഏങ്കിൾ വാൽവിൻ്റെ അവിടെ നിന്ന് നേരെ മുകളിലോട്ട് 2 ഏങ്കിൾ വാൽവിൻ്റെ നേരെ മുകളിലോട്ട് ഹോട്ട് ആൻഡ് കോൾഡ്, അത് കഴിഞ്ഞ് നമ്മൾ ബോട്ടിൽ ട്രാപ്പ് ഡ്രൈൻ്റെ ലൈനിൻ്റെയും കറക്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ഇതിൻ്റെ മിക്സർ കറക്റ്റായിട്ട് ലെവൽ കിട്ടും കേട്ടോ. അതിനാണ് നമ്മൾ സെൻറ്റർ 3 മാർക്കിങ് ചെയ്യുന്നത്. ഇപ്പോൾ പഴയതായാലും പുതിയതായാലും ഒക്കെ കണക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ പഴയത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പൊക്കെ വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ആവും, കോപ്പറിൻ്റെ ആവും, PPRൻ്റെ പൈപ്പൊക്കെ, ഏത് പൈപ്പായാലും നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ അത് പൊട്ടും. അപ്പോൾ നമ്മളൊരു സൈഡിലേക്ക് ചെരിച്ചിട്ടൊക്കെ ഡ്രില്ല് ചെയ്യണം, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ലൈൻ മുകളിൽ നിന്ന് നോക്കണം, മുകളിൽ നിന്നാണോ വന്നിട്ടുള്ളത് സൈഡിൽ നിന്നാണോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം നോക്കിയിരുന്നു, അത് മുകളിൽ നിന്നാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ സൈഡിൽ നിന്നാകുമ്പോഴും നമുക്ക് ചിലപ്പോൾ പണി കിട്ടാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ ഞാനത് തുളച്ചു. അതിനുള്ളിൽ നമ്മൾ ഫിഷർ വെച്ച് ഒന്നതിന് സപ്പോർട്ടിന് ഒരു മരത്തിൻ്റെ ഒരു കഷ്ണം കട്ട് ചെയ്തിട്ട് സപ്പോർട്ടാക്കി വെച്ചു കേട്ടോ. സാധാരണ ഞാൻ സിലിക്കോണൊക്കെയാണ് വയ്ക്കാറ്, അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടുള്ള ബോണ്ടാണ് വയ്ക്കാറ്. നമ്മൾ അതെന്താ വെച്ചാൽ അത് കറക്റ്റായിട്ട് അതിൽ ഇരുന്നോളൂ, ഒരു കാരണവശാലും തിരിയോ അല്ലെങ്കിൽ വേറെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ അതിനൊരു മരക്കഷ്ണമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 ഫിഷറുണ്ട്, 2 ഫിഷറിനും ഞാൻ മരക്കഷ്ണമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ നെറ്റ് ബോൾട്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഹാങ്ങിങ് ബോൾട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കണം, ഫിഷർ ഒരിക്കലും ലൂസായാൻ പാടില്ല, നല്ല ഒരു വിധം ടൈറ്റ്, ഒരു നോർമൽ ടൈറ്റ് വേണം കേട്ടോ. അപ്പോൾ 2 മരക്കഷ്ണമാണ് ഞാൻ വയ്ക്കുന്നത്. ടൈറ്റ് ഉണ്ടെങ്കിൽ നമ്മളിത് വെച്ച് ഈ ബോൾട്ട് ഹാങ്ങിങ് ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇരുന്നുള്ളൂ അത്. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഡ്രില്ല് ചെയ്യണ സമയത്ത് കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഫിഷർ നേരെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഈ ഹാങ്ങിങ്ങിൻ്റെ ബോൾട്ട് ഉണ്ടല്ലോ, വാഷ് ബേസിൻ ഹാങ്ങിങ് ബോൾട്ട്, അത് ചിലപ്പോൾ ഉള്ളിലേക്ക് കുറച്ചധികം കയറിപ്പോവും. അപ്പോൾ നമുക്ക് ഇവിടെ നെട്ടും ബോൾട്ടും അതിൻ്റെ സപ്പോർട്ട് വാഷറൊക്കെ ഇട്ടിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ ലെങ്ത്ത് കുറച്ച് കുറവാണ് കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ കറക്റ്റ് ലെവൽ ചെയ്ത് ഫിഷർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ 2 ഹാങ്ങിങ് ബോൾട്ടും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, നല്ല രീതിയിൽ അത് ടൈറ്റായി. കാരണം നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അത് ലെവൽ വെച്ച് നമ്മൾ ചെയ്തില്ലെങ്കിൽ വാഷ് ബേസിൻ ഒരു സൈഡിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല, ഇരിക്കുന്നത് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സംഭവം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാഷ് ബേസിനെടുത്ത് ഹാങ് ചെയ്തു കേട്ടോ. കറക്റ്റ് ചെയ്ത് നമ്മളതിൽ കൊള്ളിച്ച് വെച്ചു. അപ്പോൾ ഞാൻ സാധാരണ ഇതിൻ്റെ ബാക്കിലൊക്കെ സിൽക്കണൊക്കെ വെച്ചിട്ട് ഞാൻ ഒട്ടിക്കാറ്. ഇപ്പം ഞാൻ സിൽക്കൺ വയ്ക്കുന്നില്ല, കാരണം ഇതിന് ടൈൽസ് വയ്ക്കുമ്പോൾ ഇതിന് കറക്റ്റ് വൈറ്റ് സിമെൻറ്റ് എന്തായാലും നമ്മൾ അതിൻ്റെ മുകളിൽ സിലിക്കോൺ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ സിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടി ഒരു സെറ്റപ്പ് ആവില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ എന്തായാലും ആ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യും, മറ്റേ വൈറ്റ് സിമെൻറ്റ് വയ്ക്കും. അപ്പോൾ ഇവർ ടൈല് ഒട്ടിക്കാനായിട്ട് മേസന്മാർ വരും. ആ സമയത്ത് അവർ അവിടെ വൈറ്റ് സിമെൻറ്റൊക്കെ വെച്ച് റൗണ്ട് ചെയ്ത് ഫിനിഷ് ചെയ്യും കേട്ടോ. അതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഇവരിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് വേറൊരു മോഡൽ വാഷ് ബേസിന് വരുന്നുണ്ട്. ആ സമയത്ത് ഇത് ഇളക്കി മാറ്റിയിട്ട് ആ പുതിയ മോഡൽ വേറെ മോഡൽ വരും, അപ്പോൾ അത് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സിലിക്കോണൊക്കെ വെച്ചപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇളക്കാനൊക്കെ ആയിട്ട് പണിയോ. അപ്പോൾ അതെന്തായാലും അഴിക്കേണ്ട സാധനമായതുകൊണ്ട് നമ്മളത് ഈ പറഞ്ഞ രീതിയിലുള്ള സിലിക്കോണോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. ഓൾറെഡി അത് ടൈല് വയ്ക്കുമ്പോൾ അവിടെ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വാഷ് ബേസിൻ കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ഹാങ് ചെയ്ത് ടൈറ്റൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചു കേട്ടോ. അതിലൊന്നും യാതൊരു ദാക്ഷിണ്യമില്ല. നല്ല രീതിയിൽ ലെവലൊക്കെ പിടിച്ച് നോക്കി, ചെരുവോ മറവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കി കറക്റ്റ് ചെയ്ത് ഞാൻ അത് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മിക്സർ, മനസ്സിലായ? മെഡിക്കൽ വാഷ് ബേസിൻ മിക്സർ എന്ന് വെച്ചാൽ ഇത് നമ്മൾ കയ്യിൻ്റെ മുട്ടുകൊണ്ടാണ് വെള്ളം തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുക. ഹാൻഡിൽ കൊണ്ട് 2 സൈഡിൽ ഒന്ന് തണുത്തതും ഒന്ന് ചൂടുള്ള വെള്ളം വരുന്നത്. അപ്പോൾ ഇതുമ്പോൾ നമ്മൾ കയ്യിൻ്റെ പത്തി കൊണ്ടല്ല, അത് കയ്യിൻ്റെ ഈ മുട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. കാരണം ഇതുമ്പോൾ നമ്മൾ സ്പർശിക്കുന്നില്ല, നമ്മുടെ കൈ അവിടെ സ്പർശിക്കാത്തത് കൊണ്ട് മറ്റുള്ളവർ വന്ന് ഉപയോഗിക്കുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടുണ്ടല്ലോ. അവരും കയ്യിൻ്റെ മുട്ട് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് മിക്ക ഹോസ്പിറ്റലും ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ വേറൊരു സംഭവം വന്നിട്ടുണ്ട്, സെൻസർ വെച്ചിട്ടുള്ളത്. നമ്മൾ കൈ അതിൻ്റെ അടിയിലേക്ക് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വെള്ളം വരുന്ന സിസ്റ്റമൊക്കെ ഉണ്ട് കേട്ടോ. അതുമുണ്ട്, എല്ലാ സിസ്റ്റങ്ങളും ഉണ്ട്. ഓരോ രീതിയിൽ ഓരോ ആളുകൾക്ക് ഈ രീതിയിൽ വേണമെന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ പണി.
മനസ്സിലായി. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അവർ പറയുന്ന മിനിസ്ട്രി എന്ത് പറയുന്നു ആ പണി നമ്മൾ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഉടമസ്ഥൻ എന്ത് പറയുന്നു ആ പണി കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പല രീതിയിലുള്ള പുതിയ മോഡൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കലാണ് നമ്മുടെ പണി. അപ്പം ഞാൻ ലെവൽ ചെയ്ത് പിടിപ്പിച്ചു, വാഷ് ബേസിനൊക്കെ നല്ല രീതിയിൽ സ്ലോപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് പിടിപ്പിച്ച് നമ്മൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി ആ ആംഗിൾ വാൽവ് മാറ്റണം. ഇതൊരു പുതിയ മോഡലാണ്, അത് 3/8 ആംഗിൾ വാൽവാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്ലെക്സിബിളോസ് 1/2 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ 3/8 ആകുമ്പോൾ ഇനി അതിന് ഒരു റെഡ്യൂസറൊക്കെ മേടിച്ച് കിടാൻ നിൽക്കണം. അത് മാത്രമല്ല, അത് ഇടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസർ ചില സമയത്ത് കുറേ സമയം കഴിയുമ്പോൾ അത് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആംഗിൾ വാൽവ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പഴയ ആംഗിൾ വാൽവ് ഊരിയെടുത്തിട്ട് നമ്മൾ പുതിയ ആംഗിൾ വാൽവ് അവിടെ ഫിറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എന്തെങ്കിലും ആംഗിൾ വാൽവ് ഊരുമ്പോൾ അവിടെ വെള്ളം വീഴും. അവിടെ ആകെ ഈ മണ്ണും ഡ്രില്ല് ചെയ്ത മണ്ണെല്ലാം കൂടി ആകെ ചളി പിടിയും. ആദ്യം അതൊക്കെ തുടച്ചു ക്ലീൻ ചെയ്ത് അവിടെ അടിച്ചു വാരി എടുത്തു ഞാൻ. അതിനുശേഷം ആംഗിൾ വാൽവ് ഊരി ആ പുതിയ മോഡൽ ആംഗിൾ വാൽവ് ഞാനവിടെ ഫിറ്റ് ചെയ്തു കേട്ടോ. കാരണം പഴയത് അതിൻ്റെ നമ്മളെ ഓസ് ഫിറ്റ് ചെയ്യണത് 3/8 അപ്പോൾ നമുക്ക് 3/8 ആകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അഞ്ചിൽ എങ്ങനെ ഇപ്പോൾ ഒക്കെ വരുന്ന 1/2 ഇഞ്ചിൻ്റെയാണ് ഫ്ലെക്സിബിളോസൊക്കെ വരണത്. 3/8 ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ പിന്നെ നമുക്കത് ഭാവിയിൽ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചില്ല. അവർ പറഞ്ഞപ്പോൾ അത് 1/2 ഇഞ്ചിൻ്റെ 1/2 ഇഞ്ചിൻ്റെ ആക്കി ആംഗിൾ വാൽവ് ഊരി മാറ്റി. രണ്ടും തണുത്തതിൻ്റെയും ചൂടുള്ള വെള്ളത്തിൻ്റെയും രണ്ടും നമ്മളത് സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഈ ചൂടുവെള്ളത്തിൻ്റെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആംഗിൾ വാൽവ്. നല്ല രീതിയിൽ അത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെപ്പോഴും അത് പണിയെടുക്കുമ്പോഴേ അടിയിൽ എന്തെങ്കിലും കച്ചറൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം വെള്ളം തുറക്കുന്നതിന് മുന്നേ നമ്മളത് കറക്റ്റ് ചെയ്ത് എടുത്തിരിക്കണം. കുറച്ച് വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല, കൂടുതൽ ചിലപ്പോൾ പറയാൻ പറ്റില്ലേ. വാൽവ് ഒന്ന് കറക്റ്റ് വാൽവ് ക്ലോസ് ആയില്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം അടിക്കുമ്പോൾ എന്ന് പറഞ്ഞൊരു എയർ വരും അതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വരും. പിന്നെ അവിടെയൊക്കെ തുടയ്ക്കാൻ നിൽക്കണം, ആകെ ആ ചെളിയാവും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം കേട്ടോ. ആ ഹോട്ടിൻ്റെ ആംഗിൾ വാൽവ് ഫിറ്റ് ചെയ്തു, ഫ്ലെക്സിബിളോസ് വാട്ടർ ലൈൻ കണക്ഷൻ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഹോട്ടൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ ബോട്ടിൽ ട്രാപ്പ് ഫിക്സ് ചെയ്യാൻ പോകണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പഴയതായിരുന്നു, അപ്പോൾ അതിന് ഒരു ബോട്ടിൽ ട്രാപ്പിൻ്റെ നെട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ നെട്ട് ഊരിയെടുക്കണം. ബോട്ടിൽ ട്രാപ്പ് ഫിറ്റ് ചെയ്യുന്ന വെച്ചാൽ വേസ്റ്റ് വെള്ളത്തിൻ്റെ ഫിറ്റ് ചെയ്യുന്ന ഒരു നെട്ടമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ നെട്ട് ഞാൻ പതുക്കെ ഊരിയെടുത്തു. അവിടെ ഇരുന്ന് ചെയ്യാനായിട്ട് നല്ല കാലിൻ്റെ മുട്ട് നമുക്ക് ബുദ്ധിമുട്ട് വേണ്ടല്ലോ. ഇരിക്കാനായിട്ട് ചെറിയൊരു ടേബിൾ ഉണ്ടായിരുന്നു, അടുത്ത് കൊണ്ടുവന്നു ഞാൻ. അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ചെയ്യാമെന്നുള്ള കാര്യമുള്ളത്. പിന്നെ ഇനി നമ്മൾ എൻ്റെ അത്യാവശ്യം എല്ലാ വർക്കും കഴിഞ്ഞ് ഞാൻ വെള്ളം തുറന്നു കേട്ടോ. വെള്ളമൊക്കെ തുറന്ന് നോക്കി ലീക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മൾ നോക്കണം. ഇനി ഫിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ അവർ വന്ന് പറയുമ്പോൾ അയ്യോ എന്നൊക്കെ പറയില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി ഇതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.